വെൽക്കം ടു നിഷ സ്പൈസസ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫി പുഡിംഗ് ആണ് ഇന്നത്തെ റെസിപ്പി. ഭയങ്കര സിമ്പിൾ ആയിട്ട് 10 മിനിറ്റ്സിനകം ഉണ്ടാക്കാവുന്ന ഒരു കോഫി പുഡിംഗ് ആണ്. നമുക്ക് എങ്ങനെയാന്ന് കാണാം. ആദ്യം ഒരു കോഫി മിക്സ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പൊ ഒരു ചെറിയ ബൗളിലോട്ട് കുറച്ച് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിക്കുകയാണ്. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ, അങ്ങനെ ഫിക്സഡ് കണക്കൊന്നുമില്ല, ഒരു 4 ടേബിൾ സ്പൂൺ കാണും. അതിലോട്ട് ഇൻസ്റ്റന്റ് കോഫി പൗഡർ 3 ടീസ്പൂൺ ഇടുകയാണേ. പക്ഷെ അതുകൊണ്ടാണ് നല്ല ചൂടുവെള്ളം എടുത്തത്, നമുക്ക് കാപ്പി ഒന്ന് കലക്കി വെക്കാനായിട്ട്. ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ബ്രൂവോ നെസ്കഫയോ അങ്ങനത്തെ ഏത് ബ്രാൻഡ് ആയാലും ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി വേണമെന്നേ ഉള്ളൂ. ഇത് നല്ല ചൂടുവെള്ളം ആയതുകൊണ്ട് അത് വേഗം മിക്സ് ആവും. ഇതിന്റെ കൂട്ടത്തില് 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കാം. ആ കോഫിയും ചോക്ലേറ്റും കൂടെ ചേരുമ്പോ ഭയങ്കര നല്ല ടേസ്റ്റ് ആകട്ടോ. കൂടുതലൊന്നും വേണ്ട, ആ ചോക്ലേറ്റ് അങ്ങ് മുന്നിട്ട് നിൽക്കും. 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഇത് ചൈന ഗ്രാസ് 25 ഗ്രാമിന്റെ ചൈന ഗ്രാസ് ആണ്. അപ്പം 1/2 ലിറ്റർ പാലിലാണ് ഞാൻ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പൊ 1/2 ലിറ്റർ പാലിന് ഏകദേശം 10 ഗ്രാം ചൈന ഗ്രാസാ വേണ്ടിയത്. അപ്പൊ ഇതിനെ പകുതി ആക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട്, ഒരു സോസ് പാനിലോട്ട് ഇട്ട് വെച്ച് കട്ട് ചെയ്ത് ചേർക്കുന്നതായിരിക്കും എളുപ്പം കേട്ടോ. ചൈന ഗ്രാസ് മുങ്ങി കിടക്കത്തക്ക വണ്ണം വെള്ളം ഒഴിച്ചിട്ട് ഈ സ്റ്റൗ ഓൺ ആക്കണം. അതേ സമയം തന്നെ വേറൊരു സ്റ്റൗവില്, ഒരു സോസ് പാനില് 1/2 ലിറ്റർ പാല് ഒന്ന് ചൂടാക്കാൻ വെക്കണം. ഇത് മിൽമയുടെ പച്ച കളർ പാക്കറ്റ് ആണ്. ഫുൾ ക്രീം മിൽക്ക് ഇല്ലേ, അല്ലാതെ ഇങ്ങനെ ടോൺഡ് മിൽക്ക് എടുക്കരുത്, കാരണം നല്ല കട്ടിപ്പാലുണ്ടെങ്കിൽ അത് പുഡിംഗ് അല്ലേ. അപ്പം രണ്ടും ഒരേ സമയത്ത് വേണം വെക്കാനായിട്ട്. സോ ഒരേ ഒരു ടെമ്പറേച്ചർ വരണം. ചൈന ഗ്രാസ് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ചു വെച്ചു. ഇനിയും ഈ പാലിലോട്ട് നമ്മള് മിക്സ് ആക്കി വെച്ചിരുന്ന കാപ്പി കൊക്കോ ഒരു എസൻസ് ഇല്ലേ, അത് ചേർക്കാം. പാലിങ്ങനെ തിളയ്ക്കാനായിട്ട് തുടങ്ങാൻ പോകുന്നു. ഇപ്പൊ തിളയ്ക്കുന്ന ഇരിപ്പുണ്ട്. അപ്പൊ ഇത് ചേർക്കുവാണേ. നല്ല ഒരു കാപ്പി റെഡി ആയിട്ടുണ്ട്. ഇനിയും ഇതിന്റെ കൂട്ടത്തില് നല്ലൊരു കളർ കാപ്പിയുടെ ശരിക്കും ഒരു കാപ്പി, 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കണം. കാപ്പിയും വാനില എസൻസും കൂടെ ഭയങ്കര നല്ലൊരു ഫ്ലേവർ ആകട്ടോ. 1-2 ടീസ്പൂൺ, ഞാൻ 1 ടീസ്പൂൺ ആയാലും മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കാപ്പി വിത്ത് വാനില എസൻസ്. ഉഗ്രൻ ഫ്ലേവർ ആണ് അത്, രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ. അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ ചേർത്തു. വേണമെങ്കിൽ 1 ടീസ്പൂൺ ആയാലും മതി. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇത് ഓഫ് ചെയ്യണേ. ചൈന ഗ്രാസ് ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മധുരം ചേർത്തിട്ടില്ല. മധുരത്തിന് ഞാൻ ചേർക്കുന്നത് ഈ സ്റ്റീവിയ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ്. ഇത് ശരിക്കും ഒരു ഷുഗർ റീപ്ലേസ്മെന്റ് ആണ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ അല്ല. ശരിക്കും ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം ചേർക്കാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ. ഈ സംഭവം എടുക്കുന്നത് പ്ലാന്റിൽ നിന്നാണ്. സ്റ്റീവിയ എന്ന് പറഞ്ഞിട്ട് ഒരു ചെടിയുണ്ട്, ആ ചെടിയിൽ നിന്ന് എടുക്കുന്നതാണ് ഈ സ്വീറ്റ്നർ. ഇതിന് വേറൊരു നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ചേർക്കുമ്പോൾ സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ഒട്ടും നല്ലതല്ല, നമ്മുടെ ഹെൽത്തിന് ഒട്ടും നല്ലതല്ല എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ഒട്ടും അഡ്വൈസബിൾ അല്ല, അത് നമ്മുടെ ശരീരത്തിനും ഒട്ടും നല്ലതല്ല. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ വണ്ണം കുറയ്ക്കാനൊക്കെ ഒത്തിരി പേര് യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒരിക്കലും നല്ലതല്ല കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ അതിന് പകരം യൂസ് ചെയ്യാവുന്ന ഒരു സാധനമാണ് ഈ സ്റ്റീവിയ. കാരണം ഇത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും സ്റ്റീവിയ എന്ന് പറഞ്ഞൊരു ചെടി ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ കാണാം നല്ലൊരു ചെടി, സ്റ്റീവിയ എന്നൊരു ചെടിയുണ്ട്. ആ ചെടിയിൽ നിന്ന് എടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ സ്റ്റീവിയ എന്ന് പറഞ്ഞൊരു സ്വീറ്റ്നർ. ഇതാകുമ്പോൾ നമുക്ക് കാലറീസ് ഭയങ്കര കുറവാണ്, കാരണം ഇതിനകത്ത് കാലറികൾ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഡയബറ്റിക്സ് ഉള്ളവർക്ക്, നമുക്ക് സാധാരണ എപ്പോഴും നമ്മൾ കാണാം നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ ഡയബറ്റിക്സ് ഉള്ളവരൊന്നും മധുരം ഒന്നും കഴിക്കാറില്ല, കേക്ക് കഴിക്കില്ല, മധുരം കഴിക്കില്ല, പുഡിംഗ് കഴിക്കില്ല. അപ്പൊ അവർക്കൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒരു പുഡിംഗ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ സ്റ്റീവിയ വെച്ചിട്ടൊരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ കേക്കിന്റെ എപ്പോഴെങ്കിലും കാണിക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ നിഷാസ് റേഞ്ചിൽ കാപ്പിയൊക്കെ ഇട്ടപ്പോൾ കാണിച്ചിരുന്നു.
ഇപ്പൊ പുഡിംഗ് ഉണ്ടാക്കാം, അതേപോലെ കേക്ക് ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ഇതിന്റെ പല ഫോമിൽ കിട്ടും. കാപ്പിയിലൊക്കെ ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ലിക്വിഡ് ഫോമിൽ കിട്ടും. അതേപോലെ ഇതിപ്പോ ഞാൻ പൗഡർ ഫോമിലാണ്, ഷുഗർ നമ്മൾ പൊടിച്ച പഞ്ചസാര പോലെ പൗഡർഡ് ഫോമിലാണ് ഇതിനകത്ത് ഇടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ടീ ബാഗ് ഫോമിൽ ആ ഫോമിൽ കിട്ടും. അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആണെന്ന് പേടിച്ചിട്ട് യൂസ് ചെയ്തിരിക്കേണ്ട, അതേപോലെ അല്ല. ഇതിനകത്ത് ഇപ്പൊ ഇടേണ്ട മെഷർമെന്റ് എന്ന് പറയുന്നത് ഇത് വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ, ഒട്ടും കൂടുതൽ വേണ്ട. ഇതിന്റെ പ്രൈസ്, ഈ ഒരു ബോക്സിന്റെ പ്രൈസ് 399 rupees ആണ്. ഭയങ്കര കോസ്റ്റ്ലി ഒന്നും അല്ല. ഈ 1/2 ലിറ്റർ പാലിന് ആകെ 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. കാരണം ഇത് പഞ്ചസാര പോലല്ല, ഭയങ്കര മധുരമാണ്. കുറച്ചിട്ടാൽ തന്നെ ഭയങ്കര മധുരമാണ് കേട്ടോ. ഞാൻ ആദ്യം കാപ്പിയില് ആ ഒരു ലിക്വിഡ് ഫോമില് ഇച്ചിരി ഇട്ട് നോക്കിയപ്പോഴേ ഭയങ്കര മധുരം വന്നു. അപ്പൊ തൊട്ട് എനിക്ക് മനസ്സിലായി ഒറ്റ തുള്ളി ഇട്ടാൽ മതി. അത് ലിക്വിഡ് ഫോമിലായിരുന്നു. ചൈന ഗ്രാസ് മിക്സ് ഇനി ഞാൻ അരിച്ച് ഒഴിക്കുവാണ്. ഒരു സ്ട്രെയിനറിൽ കൂടെ ചൈന ഗ്രാസ് മിക്സ് ഒഴിച്ചിട്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കണം. ചൈന ഗ്രാസ് ഒഴിച്ചു കഴിഞ്ഞ് അധികം നേരം തിളപ്പിക്കരുത്. ഒരുപാട് പേര് പറയാറുണ്ട് പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഈ ചൈന ഗ്രാസ് ഒക്കെ ചേർക്കുമ്പോഴത്തേക്കും പാല് പിരിഞ്ഞു പോകുന്നത്. പാല് പിരിഞ്ഞു പോകാൻ കാരണം അത് ഒഴിച്ചിട്ട് നമ്മൾ ഒത്തിരി നേരം തിളപ്പിക്കുന്നതുകൊണ്ടാണ് ചിലപ്പം പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ്. അത് ഒരുപാട് നേരം പിന്നെ തിളപ്പിക്കരുത് കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി. ഇപ്പൊ നല്ല ഒരു നല്ല തിക്കൊരു ഹോട്ട് കോഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ ഒരു നല്ല ആവി വരുന്ന ചൂട് മാറിക്കഴിയുമ്പം സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗളിൽ ഒഴിച്ചു വെക്കാം. ഏതെങ്കിലും ഒരു ഗ്ലാസ് ബൗളോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ബൗളായാലും മതി. ആ ഒരു ചൂട് ഒത്തിരി മാറുന്നതിന് മുമ്പ് ബൗളിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒരു 10-15 മിനിറ്റ് ആവുമ്പോഴേ ഇത് കുറച്ചൊക്കെ ജലാറ്റിൻ പോലെയല്ല ചൈന ഗ്രാസ്. ചൈന ഗ്രാസ് കുറച്ചുകൂടെ പെട്ടെന്ന് സെറ്റ് ആയി തുടങ്ങും. ജലാറ്റിൻ ആണെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും. ചൈന ഗ്രാസ് ഒരു 15-20 മിനിറ്റ്സ് കഴിയുമ്പോഴേ ആ ചൂടൊന്നും വിട്ട് മാറുമ്പോഴേ സെറ്റ് ആയി തുടങ്ങും. അതുകൊണ്ട് വേഗം തന്നെ ഒരു സെറ്റിംഗ് ബൗളിൽ ഒഴിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അടിയിൽ കുറച്ചൊന്ന് ബട്ടർ തേച്ച് വെക്കുകയാണെങ്കിൽ ഡീമോൾഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു 1 അവറിനുള്ളിൽ തന്നെ നല്ല സെറ്റായി വരും കേട്ടോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തത് ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. ഇതിപ്പോ ഓവർനൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഓവർനൈറ്റ് ഒന്നും വെക്കണമെന്നില്ല, ഒരു 3 hours ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല സെറ്റാ. അത് ജലാറ്റിനും ചൈന ഗ്രാസും തമ്മിലൊരു ഡിഫറൻസ് ആണ്. ചൈന ഗ്രാസ് യൂസ് ചെയ്യുകയാണെങ്കിൽ വേഗം സെറ്റ് ആവും. അതിന് പകരം ജലാറ്റിൻ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഓവർനൈറ്റ് ആയാലും സെറ്റ് ആവും. ഇപ്പൊ നിങ്ങൾ ചൈന ഗ്രാസ് ഇപ്പൊ ഞാൻ പറഞ്ഞ 1/2 ലിറ്റർ പാലിന് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുക്കേണ്ടത്. ജലാറ്റിൻ ആണെങ്കിലും സെയിം, അത് പൊടിയായിട്ട് ടീസ്പൂൺ എടുക്കണം. അതും സെയിം മെഷർമെന്റ് തന്നെയാണ് കേട്ടോ. 10 ഗ്രാം തന്നെ ആ ടീസ്പൂണിൽ എടുത്താൽ മതി. ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ, ഒന്നെങ്കിൽ 10 ഗ്രാം മെഷർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ 1/2 ലിറ്റർ പാലിന് 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുക്കണം. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ചുമ്മാ അതിന്റെ പുറത്ത് കുറച്ച് ചോക്ലേറ്റ് ബോൾസ് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. ഫോട്ടോ എടുക്കാനുള്ള ഭംഗിക്ക് വെറുതെ ഒരു ഇച്ചിരി ചോക്ലേറ്റ് ബോൾസ് അവിടെ ഇവിടെ ഇട്ടതാണ്. ഒന്നെങ്കിൽ നമുക്ക് ഈ ചുമ്മാ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മധുരം വേറെ, ആ ചോക്ലേറ്റ് മധുരം വരും. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി കണ്ടോ. അത്ര ഹെൽത്ത് കോൺഷ്യസ് അല്ല, നോർമൽ രീതിയിൽ നല്ല കുറച്ചുകൂടെ നല്ല ഒരു റിച്ച് ആയിട്ടുള്ള പുഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ നോർമൽ ഷുഗർ ഇട്ട് ഉണ്ടാക്കാം. 1/2 ലിറ്റർ പാലിന് 1/2 കപ്പ് പഞ്ചസാര അല്ലെങ്കിൽ 1/2 ടിൻ കണ്ടൻസ് മിൽക്ക് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ റിച്ച് ആയിട്ട് കുറച്ചുകൂടെ നല്ല ടേസ്റ്റിൽ ഒരു പുഡിംഗ് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ഭയങ്കര സിമ്പിളും അല്ല, ഉണ്ടാക്കാനായിട്ട് ഒരു 10 മിനിറ്റ് പോലും ആവശ്യമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയണം. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.